അറവാദിയിലൊക്കെയും കൊതിതുള്ളി നിൽക്കണ്, അറവാദിയിലൊക്കെയും കൊതിതുള്ളി നിൽക്കണ്. താനിന്നം താനിന്നം ധൈര്യ താനിന്നം 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 ധൈര്യ നിര നിരയായി കന്നിവയൽ കന്നിക്ക് കന്നിവയൽ കന്നിക്ക് സ്വർണ്ണമുഖം സമ്മാനം വളകൾ കിളിങ്ങണ് വരി വരി നീങ്ങണ് വയലൊക്കെ തെളിയാണ് കുളിലൊക്കെ പുകയാണ് എല്ലാവരും വന്ന് കഴിക്കും പെണ്ണുങ്ങളെ. അമ്മ അപ്പം വിളിക്കണോ? എന്റെ കർത്താവേ, ഉറക്കെ തട്ടിയിട്ടുണ്ടാവും. പണ്ടാരക്കാലം പണിയും ചെയ്യിച്ചല്ല, ഉറങ്ങിയില്ല. അമ്മയ്ക്ക് വേണേ വന്നാ മതി. എന്തോന്ന് വേണമെങ്കിൽ ആടാ. നിന്റെ അപ്പനോട് അവിടെ ഒന്ന് അടങ്ങി കിടക്കാൻ പറ. ഞാനിതൊന്ന് മേടിച്ചിട്ട് വരാം. ഒരു മേടി എന്താടി പറഞ്ഞത്? അടിക്കല്ലേ, ഈ പെണ്ണ് ആരെ പിടിക്കാൻ പോയിട്ടാ? അമ്മ പോവണം മോനെ. എന്റെ മോൻ നന്നായി പഠിക്കണം. അമ്മ പോയാലും മോൻ അച്ഛനെ നോക്കണം. നേരത്തിന് കഞ്ഞി കുടിക്കാൻ പറയണം. വരൂ. ഇതാണ് ഇനി മോന്റെ അമ്മ. ഇത് മോന്റെ പെങ്ങൾ, എന്റെ മോൻ മാധവൻകുട്ടി.
മാധവന്റെ സ്വപ്നം കാണുകയാണോ? എത്ര നേരെ ഭാർഗവടുത്ത് ഉണ്ണാൻ കാത്തിരിക്കുന്നു. എന്താ വിള നന്നായപ്പോ ഊണ് വേണ്ടെന്നായോ? എന്താ ഇത്ര ആലോചന? ഒന്നുമില്ല. പത്രം സേലിയെ കൊണ്ടുപോയതുകൊണ്ടാ? നാളെ നമ്മുടെ ചിട്ടിയുടെ പണം കിട്ടൂല്ലേ? കിട്ടും. ജാനുവിന്റെ അച്ഛൻ പണം ചോദിച്ചിട്ടില്ലേ? നാളെ കൊടുക്കാം. മാപ്പിള കഴിച്ചില്ലേ? എഴുന്നേറ്റു. അതിയാന് ചായ കൊടുത്തിട്ടില്ല. എന്തേ? ആടിന്റെ പാലൊരു തുള്ളി ഇല്ലാതെ കൂട്ടി കുടിച്ചു. അത് സൂക്ഷ്മക്കുറവല്ലേ? എന്താ ഏലി, ഇന്നലെ നല്ല തട്ടുകൊണ്ടോ? അങ്ങനെ തട്ടലൊന്നുമില്ല. ആദ്യം ഞാൻ കുടിച്ച എപ്പോഴും ഞാൻ അടുത്ത് വേണം. അയാളെടുത്തിട്ട് പെരുമാറി കാണും. ഏലിക്കൊരു ഗ്ലാസ് പാല് കൊടുക്ക് ശങ്കര. ഇങ്ങോട്ട് മാറി നടക്കല്ലേ, ആ പശു കുത്തും. ഞാൻ പോട്ടെ. എത്ര വഴക്കിട്ടാലും പത്രോസ് ഏലിയും സ്നേഹത്തിൽ തന്നെയാ. ഭാര്യയും ഭർത്താവും ആയാൽ അങ്ങനെയാ കൊച്ചേ. ഞാൻ കുടിച്ചു എന്നാൽ അമ്മയുടെ വേഷം മാറും. എന്നാ ഞാനില്ലാതെ അവൾ ഉറങ്ങില്ല. കല്യാണം കഴിച്ചാൽ ദുഃഖമാണെന്ന ഇപ്പോഴത്തെ ഈ താടിയും തലയും വളർത്തി നടക്കുന്ന പിള്ളേരുടെ പ്രമാണം. പക്ഷെ കല്യാണം കഴിച്ചാൽ എത്ര ദുഃഖം ഉണ്ടെങ്കിലും അതൊരു സുഖ. മാധവക്കുട്ടി വേർത്ത് കുളിച്ചല്ലോ കാലത്തെ. രാവിലെ ശരീരം ഒന്ന് ചൂടാകണം. അത് ശരിയാ. ഞാൻ പറഞ്ഞതാ കൂലിക്കാരെ വെച്ച് പണിയെടുത്താ മതിയെന്ന്. എത്ര പറഞ്ഞാലും കൂട്ടാക്കില്ല. ഞാൻ പറഞ്ഞ കാര്യം പെര കെട്ടാനുള്ളതാ. പണം മാധവൻകുട്ടി ഇന്ന് തരും. മോനെ ചാർലി, അവരങ്ങനെ ഒരു അഭിപ്രായം പറയാറൊന്നും ആയിട്ടില്ല. ഒരു 4-5 ദിവസം നമ്മളെ കൂടെ പെരുമാറിയ അവനും പറയും. എന്താണോ ഇത്ര വൈകിയത്? വഞ്ചി എന്താ ഇപ്പൊ വൈകി എന്റെ ശങ്കരനായരെ? പണ്ടൊരു വഞ്ചി നല്ല മത്തി. എന്താ മനുഷ്യ ഇന്ന് വറുത്തേ ഞാനിന്ന് വീട്ടിൽ കയറുള്ളൂ. നിങ്ങൾ കയറണ്ട, ഷാപ്പി തന്നെ കിടന്നു. ഇന്നത്തെ കുടി ശങ്കരനായിരുന്ന വകയായിരുന്നു. അല്ലാതെ മോനെ ചാർലി, നല്ല രസം. മാതാവേ, നിങ്ങൾ ഈ അറങ്ങൽ പോരാഞ്ഞിട്ട് ചെക്കനെ നശിപ്പിച്ചോ? വാടാ ഇവിടെ. ഞാനില്ല. നിനക്ക് ചോറ് വേണ്ടേ? ചോറ് വേണ്ട, കള്ളു മതി. ഇവനാങ്കി എന്റെ മോൻ.
ഈ ആടിന്റെ കുട്ടി എവിടെ? അതിവിടെ നിന്നാണ് കാണും. ശരിയെടുത്തി, നാളെ കിഴക്കേക്കോളി കൊയ്യാൻ പോരുന്നോ? നീ ഇവിടെ നിൽക്ക്, ഞാൻ ഈ ആടിനെ വളപ്പിലൊന്ന് കെട്ടി. വാ വാ, കണക്ക് ചവിട്ടാൻ. അതിന്റെ പവർ എന്നാലും നിൽക്കാം, നിനക്കൊരിളക്കം. നിനക്ക് കല്യാണം കഴിക്കണം. എന്നാലേ ഞാൻ അമ്മയോട് പറയാം. എന്റെ പ്രിയപ്പെട്ട തങ്കമണിക്ക് എന്റെ പ്രിയപ്പെട്ട തങ്കമണിക്ക് ഞാൻ നളിനിയാണെന്നാ കരുതിയത്. എന്താ വന്നത്? നാളെ അമ്പലത്തിൽ പോകണം. മാധവേട്ടൻ വരൂ. നമുക്ക് പോവാം. ശരി. വേണ്ട മാധവേട്ട, ചെയ്യരുത്. വരൂ, പോകാം. ഇന്ന് ആയില്ലാണ്. ആണോ? മാധവേട്ടന്റെ ജന്മദിനം. തങ്കമണിക്ക് വേണ്ടി ഞാൻ ജനിച്ച ദിവസം. എനിക്ക് ആശിക്കാമോ? നിനക്ക് മാത്രം. എന്തിനാ മാല? വെറുതെ.
അയ്യോ, നട അടച്ചു എന്നാ തോന്നുന്നത്. ഈ മരവാതിലുകൊണ്ട് ഈശ്വരൻ നമ്മെ കാണാതിരിക്കില്ല. നോക്കൂ, നമ്മുടെ ഗ്രാമത്തിന് എന്തൊരു ഭംഗിയല്ലേ. നമ്മുടെ വീട് എവിടെയാണെന്ന് പറയാമോ? അവിടെ. അല്ല, മാധവേട്ടന് തെറ്റി. നിനക്ക് പറയാമോ? ദേ അവിടെ. മിടുക്കി പെണ്ണ്. മാധവേട്ട, അമ്മ കാത്തിരിക്കും. നമുക്ക് വേഗം പോവാം. മാലകളി അമ്മ കാണും. കണ്ടോട്ടെ. സമയമായിട്ടില്ല. അല്ലെങ്കിലും അമ്മയ്ക്കറിയാം മാധവേട്ടൻ എന്റെ ജീവനാണെന്ന്. എന്താ അത്ര വൈകിയേ? ആ, അമ്പലത്തിൽ പൂജ ഉണ്ടായിരുന്നു. ഞാൻ പോട്ടെ, നേരം വൈകി. ആ, അച്ഛൻ എത്തിയോ? അച്ഛൻ എത്തിയിട്ടില്ല. വരവില്ലേ? ഇടയ്ക്കിടെ വരാറുണ്ട്. ആ, വരട്ടെ. നളിനി, എന്താ ഇവിടെ? മാധവേട്ട, പാർവതിക്ക് സുഖമില്ല. എന്താ എന്ത് പറ്റി പാർവതി? എനിക്ക് തീരെ വയ്യ. ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ? ഇപ്പൊ വേണ്ട. ആ വിലാസിനി വരും നെല്ല് പുഴുങ്ങൻ. പാടത്ത് പണിക്കാർക്ക് കൊടുക്കാനുള്ള പണം അലമാരയിലുണ്ട്. ജാനു, കുറച്ച് കാപ്പി കൊണ്ടുവരും. നിന്നോടല്ലേ പറഞ്ഞത് അങ്ങോട്ട് പോകണ്ടെന്ന്? ഈ പനി അത്ര നന്നല്ല. അകത്തു പോയി കിടക്കുമോളെ. എന്റെ ഭഗവതി, രക്ഷിക്കണേ. എങ്ങനെയുണ്ട് ഭാർഗവി കൊച്ചിന്? കുളിക്കാറായോ? കുളിക്ക്. അതിന് എത്രയായി? 7 ആയുള്ളൂ. ഇനി ഒരാഴ്ച കൂടെ പിടിക്കും. നിനക്ക് പോയി അവിടെ എന്തെങ്കിലും സഹായിച്ചു കൊടുത്തൂടെ? എന്നെ കൊണ്ട് വയ്യ, എനിക്ക് പേടിയാ. അല്ലെങ്കിൽ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വല്ല പെണ്ണുങ്ങളും അവിടെ പോയി സഹായിക്കുന്നു. സഹായിച്ച് ജീവിക്കാൻ പഠിക്കും. ആ മാധവൻകുട്ടിയുള്ളത് ആ പെണ്ണിന്റെ ഭാഗ്യം. ഇതാ കാപ്പി. അവിടെ വെച്ചോ. അതെന്താ, ഞാൻ തന്നെ വാങ്ങൂല്ലേ? ഞാൻ ഇന്ന് രാത്രി കൂട്ടിന് കിടക്കാൻ വരട്ടെ? വേണ്ട. ഇത്ര വെറുപ്പാണോ? ഞാൻ നിന്റെ അമ്മയെ കാണട്ടെ. നിനക്കൊരു കല്യാണം കഴിഞ്ഞു. മതി മതി മതി. ചേച്ചി വിളിച്ചോ? നീ പോയില്ലേ? പോവാണ്. മാധവൻകുട്ടിക്ക് കാപ്പി കൊടുത്തോ? ചോറും കറികളും മൂടി വെച്ചിട്ടുണ്ട്. ചേച്ചിക്ക് എന്തെങ്കിലും? ഒന്നും വേണ്ട, എല്ലാം മടുത്തു വിലാസിനി.
ഒരാഴ്ച കൂടി ഉപ്പില്ലാത്ത കഞ്ഞിയും പപ്പടവും കഴിക്കാനല്ലേ വൈദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞാൽ നേരെ ഇരുട്ടായി. ഞാൻ പോട്ടെ? ഒറ്റയ്ക്ക് പോണ്ട, മാധവൻകുട്ടിയെ വിളിച്ചോളൂ. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കൊള്ളാം. ഓ, ഭാഗ്യവരുത്തി, ഉറങ്ങിയാണോ? ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ദിവസങ്ങളായി മാധവൻകുട്ടി. മരുന്ന് കഴിച്ചോ? എല്ലാം അടുത്തിരിക്കുന്നു. മാധവൻകുട്ടി വല്ലതും കഴിച്ചോ? ഇല്ല. കറി നന്നായിരിക്കില്ല അല്ലേ? അതൊന്നുമല്ല, ഞാൻ ആഹാരം കൊണ്ടുവരട്ടെ? വേണ്ട, ഇഷ്ടം പോലെ കഴിക്കാമായിരുന്നപ്പോ വിശപ്പ് തോന്നാറില്ല. ഇപ്പൊ വിശക്കുമ്പോ ഉപ്പില്ലാത്ത കഞ്ഞി. സാരമില്ല ഭാർഗവത്തി, എല്ലാം കൂട്ടി ഊണ് കഴിക്കാം. എനിക്കോ? അതെ, ധൈര്യമേ കഴിച്ചോളൂ. അവസാനമില്ലാത്ത ഏകാന്തതയിൽ നിന്ന് മോചനമില്ലാത്ത ഈ ജീവിതം വെറും ഭാരമാണ്. മാധവൻകുട്ടി ഉറങ്ങിയില്ലേ? ഇല്ല, ഇനിയും സമയമുണ്ടല്ലോ. പുറത്ത് നിലാവുണ്ടോ? നല്ല നിലാവുണ്ട്. നിലാവും നിറഞ്ഞ സന്ധ്യയും എന്നും എന്റെ സ്വപ്നങ്ങളാണ്. ഭാർഗവത്തി പുറത്തേക്ക് വരും. ഓ, എല്ലാവരും എന്നെ പേടിപ്പിച്ച് ശ്വാസം മുട്ടിച്ചു. ഈ മുറിയിൽ നിന്ന് പുറത്തു കടക്കാൻ അനുവാദം തരുന്നത് മാധവൻകുട്ടിയാണ്. ഉറക്കം വരാത്ത രാത്രികളിൽ ഈ നിഴലും നിലാവും നോക്കി ഞാൻ ഇരിക്കാറുണ്ട്, ആരും അറിയാതെ. അറിഞ്ഞാലെന്താ? അറിയാൻ ആരുണ്ട്? വലിയ വീട്ടിലെ ഈ മുറിയിൽ ഞാൻ എന്നും ഒരു തടവുകാരിയാണ്. ഒരമ്മയുടെ വാത്സല്യം പകരാൻ ഒരച്ഛന് കഴിയില്ല. അമ്മയുടെ നഷ്ടം അച്ഛനേക്കാളേറെ എനിക്കായിരുന്നു. പ്രതാപിയായ അച്ഛന്റെ കണ്ണിൽ എല്ലാവരും ചെറുതായിരുന്നു. രാവും പകലും അച്ഛനൊരുപോലെയായിരുന്നു. എന്റെ നാമജപത്തേക്കാൾ അപ്പുറം അച്ഛൻ മറ്റൊന്നും ചിന്തിച്ചിരുന്നില്ല. തിരുവാതിരയ്ക്കും ഓണക്കളിക്കും ഞാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്നോ.
അച്ഛനും പിരിഞ്ഞപ്പോ ഒരു വീട്ടമ്മയുടെ ഭാഗ്യം നഷ്ടപ്പെട്ട ഞാൻ എല്ലാവരുടെയും കൊച്ചമ്മയായി. നഷ്ടങ്ങൾ ഓർത്ത് ഭാഗ്യപ്പെടുത്തി ദുഃഖിക്കരുത്. ഓ, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയല്ലേ. ഇപ്പോൾ മനസ്സിനൊരാശ്വാസം തോന്നുന്നു. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നൊരു തോന്നൽ. അമ്മായി എവിടേക്കാ? നാത്തൂനെ ബസ് കയറ്റാൻ പോവായിരുന്നു. അങ്ങോട്ട് വരാത്തതിൽ വിഷമം തോന്നരുത്. ഹേയ്, വിഷമമൊന്നുമില്ല. ഉള്ളത് പറയാലോ. സത്യത്തിൽ ഈ സൂക്കേടെന്ന് പറഞ്ഞാ വലിയ പേടിയാ. എനിക്കും പേടിയായിരുന്നു, ഇപ്പം മാറി. എന്തായാലും മറ്റാർക്കും വരാതെ പോയത് ഈശ്വരാധീനമായി. പോട്ടെ മോളെ, ഞങ്ങൾ വരട്ടെ. ആ എടി പെണ്ണെ, കുഞ്ഞിന്റെ കൂടെ നിൽക്കണം കേട്ടോ. ആ നടക്കുവാനെ. എത്ര ഐശ്വര്യമുള്ള കൊച്ചാ, അതിന്റെ തലവിധി ഇങ്ങനെ ആയിപ്പോയല്ലോ. അതെന്താ? പെണ്ണായി ഭൂമിയിൽ ജനിച്ച ഒരാൺതുണ വേണം, അത് അതിന് വിധിച്ചിട്ടില്ല. അമ്മ എനിക്ക് മൂത്രം ഒഴിക്കണം. മോണിഞ്ഞു വാ, ഇവിടെ ഇരിക്കേ. അല്ല, അവര് കല്യാണം കഴിച്ചിട്ടില്ലേ? ഓ, ആ കഥ പറയാതിരിക്കുക നല്ലത്. ചെറുപ്പത്തിലേ അമ്മ മരിച്ചു. ഏക ആശ്രയം അച്ഛനായിരുന്നു. അച്ഛനാണെങ്കിലോ മോളെന്ന് പറഞ്ഞ അങ്ങ് ജീവനാ. കൊറേ സംബന്ധക്കാർ വന്നു, എല്ലാരും അങ്ങ് ഒഴിഞ്ഞു മാറി. അതെന്താ? ചൊവ്വാദോഷം. അയ്യോ, കഷ്ടം. പിന്നെ കർമ്മത്തിൽ വിശ്വസിക്കാത്ത കുറെ ചെറുപ്പക്കാർ പിള്ളേർ വന്നു. അവന്മാർക്ക് കല്യാണം കഴിച്ചാ പെണ്ണിനെ വീട്ടിൽ കൊണ്ടുപോകണം. അതിന് ജീവൻ പോയാൽ തന്ത സമ്മതിക്കില്ല. പൂജയും ഉപവാസവും അച്ഛന്റെ ചിറ്റായ്മയും നോക്കി ആ കൊച്ചിന്റെ കാലം അങ്ങ് കഴിഞ്ഞു. ഓ, ഓരോരുത്തരുടെ തലവിധി. പട്ടി മുണ്ടും കൊണ്ടുപോയി വീട്ടിൽ ചെല്ലുമ്പോ അപ്പൊ എന്നെ തല്ലും. മുണ്ടുതാ മുണ്ടുതാ പട്ടി. എന്താ ചാർലി? പട്ടി. എവിടെ? ഒരു പട്ടി. എവിടെ പട്ടി? ഒരു പട്ടി എന്റെ കൂടെ വന്നതാ. എന്താ വന്നത്? അമ്മ പറഞ്ഞു 3 രൂപ തരാൻ, ഇല്ലെങ്കിൽ 4 രൂപ തരാൻ പറഞ്ഞു. ഞാനോ ചാർലിക്ക് 2 ഉണ്ണിയപ്പം എടുത്തു കൊടുക്ക.
ആരുടെയെങ്കിലും താക്കോലുണ്ടോ? വലിയ പാടുകളുണ്ടോ ജാനു? അത്ര വലിയ പാടൊന്നും കാണുന്നില്ല. മാധവേട്ടനൊരു കത്തുണ്ട്. എന്താ വിശേഷം? നാട്ടിൽ നിന്നുള്ള കത്താണ്. തിരിച്ചു ചെല്ലാൻ. എടി പെണ്ണെ, ഈ ഗ്രാമത്തിൽ എനിക്കൊന്നുമില്ല. എനിക്ക് ആകെയുള്ള സന്തോഷം നീ മാത്രമാണ്. നിനക്ക് വേണ്ടി മാത്രമാണ് ഞാനിവിടെ ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്നേ നാട് വിട്ടേനെ. അച്ഛന്റെ ഗൗരവം, ചെറിയമ്മയുടെ ശകാരം എനിക്ക് മടുത്തു തങ്കമണി. ഞാനിന്ന് അമ്മയുടെ വീട്ടിൽ പോകുന്നു. എനിക്ക് എന്റെ അമ്മയെ കാണണം. ഏയ്, എന്താ മുഖം പാടിയത്? ഞാൻ പോകുന്നതിനുള്ള വിഷമാണോ? ഞാൻ നാളെ രാവിലത്തെ ബസ്സിൽ തന്നെ മടങ്ങിയെത്തും. മാധവൻകുട്ടി പോയ ആഴ്ചക്കന് വീട്ടിലേക്ക് അയക്കാൻ പെട്ട പാട്. അവന്റെ തള്ളയ്ക്ക് കുറെ അരിയും നാളികേരും കിട്ടും. മരിക്കണ്ടെന്ന് വലിച്ചാൽ ക്ഷീണമാ. എന്താ എന്ത് പറ്റി തങ്കമണി? മാധവേട്ടാ, നമ്മുടെ നളിനി കിണറ്റിൽ ചാടി മരിച്ചു. നഷ്ടപ്പെട്ട വർഷങ്ങളുടെ കണക്കെടുക്കാൻ ഞാൻ ബാക്കിയുണ്ട്. ഞാൻ നാട്ടിലുണ്ടെങ്കിലും എന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നെ പരിഹസിച്ചവരോട് പകരം ചോദിക്കാൻ എന്റെ കരങ്ങൾക്ക് കഴിവില്ലായിരുന്നു. പ്രിയപ്പെട്ട നളിനി, നിന്റെ മരണം എന്നെ ദുഃഖിപ്പിക്കുന്നില്ല. ലക്ഷ്യമില്ലാത്ത യാത്രയിൽ തളർന്നു വീണ എനിക്ക് ആശ്രയം തന്ന ഭാർഗവേട്ടത്തിക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അച്ഛന്റെ കത്തെനിക്ക് പ്രചോദനമല്ല. എങ്കിലും ഞാൻ വരുന്നു എന്റെ ഗ്രാമത്തിലേക്ക്, എന്നെ കാത്തിരിക്കുന്നവരെ കാണാൻ. എന്തും തീരുമാനിക്കാനുള്ള അധികാരം മാധവൻകുട്ടിക്കാണ്. ഞാനത് അവകാശപ്പെടുന്നില്ല.
പക്ഷേ ഇവിടെ വെളിച്ചമില്ലായിരുന്നു. വീണ്ടും ഇരുട്ടാക്കരുതെന്ന് അപേക്ഷയുണ്ട്. അവന്റെ ഒരു ഒടുക്കത്തെ തീറ്റ. അവൻ ആ പാത്രം മുഴുവൻ കാലിയാക്കി. അതിനെന്താ, അവനൊരാളല്ലേ? ആരാണെങ്കിൽ ഒരു പെണ്ണാ കെട്ടിച്ചോറി അവനെ. അതിനെന്താ, അവനൊരു പെണ്ണെ കിട്ടില്ലേ? വരി കിട്ടും. അപസ്മാര രോഗിക്ക് പെണ്ണ്. അമ്മ, കല്യാണം വേണം. അമ്മ അന്വേഷിക്കട്ടെ. ഇനി മോന്റെ കല്യാണം കൂടി കഴിഞ്ഞ് ഒന്ന് കണ്ണടച്ചാ മതി. അത് കഴിഞ്ഞാൽ ചാർലി ഒന്ന് ഭേദപ്പെടും. അത് തന്നെ എന്റെ ആഗ്രഹം. അവന് വയസ്സത്രേ ആയില്ലേ? ആ, ഇനിയും മാധവൻ കുട്ടിക്ക് ഒരു കല്യാണമൊക്കെ വേണ്ടേ? പിന്നെ ഞാൻ പറഞ്ഞ കാര്യം നാളെ തരാം. വരൂ, ഊണ് കഴിക്കാം. കഴിച്ചോളൂ, ഞാൻ വരാം. ഇന്ന് ജാനു ഇല്ലല്ലോ വിളമ്പിത്തരേ. വരൂ. ഭാഗ്യപ്പെടുത്തുന്നതിൽ ഉത്സാഹത്തിലാണല്ലോ. ഊണ് കഴിക്കുന്നില്ലേ? ചെറുപ്പത്തിൽ അമ്മൂമ്മ പറയാറുണ്ട്, വിളമ്പുന്ന കൈകൾക്ക് വിശപ്പില്ലെന്ന്. ഭാഗ്യപ്പെടുത്തിയുടെ മനസ്സ് ഇപ്പോഴും ചെറുപ്പമാണ്. ഈ ശരീരത്തെക്കാളും വലിയ മനസ്സാണ് എനിക്ക്. എനിക്കറിയാം. കണ്ണെത്താത്ത നാട്ടിൽ നിന്ന് അരഞ്ഞു തിരിഞ്ഞു വന്ന എനിക്ക് അഭയം തന്നത് മാധവൻകുട്ടി മറന്നിട്ടില്ല അല്ലേ? ഒരിക്കലും മറക്കില്ല. ഒരിക്കലും.
പൂവിട്ടോട്ടം താഴെയോ ദാഹമേ കൊതിക്കുന്നു പലകട ഹൃദയത്തിൽ ഉണരും വികാരങ്ങൾ ആയിരം തിരകളായുയരുന്നു മനസ്സിൽ ചൂടാത്ത പൂവിന്റെ മനസ്സൊന്നു കാതോർത്ത് പാടുമീ മൗനമാ ചൂടാത്ത പൂവിന്റെ മനസ്സൊന്നു കാതോർത്ത് പാടുമീ മൗനമാ മനഭര നിമിഷത്തിൽ പുണരും പരാഗങ്ങൾ ആയിരം താരമായുയരുന്നു മനസ്സിൽ തീരത്തുറങ്ങാത്ത പാടി രസിഗീതം ഇതുവരെ വിരിയാത്ത മോഹ പുഷ്പത്തിന്റെ ഇരളുകൾ ഈറനാകും മാധവേട്ടന്റെ അച്ഛൻ ഇപ്പോൾ വീട്ടിലുണ്ട്. ജോലി ഉപേക്ഷിച്ചെന്ന് തോന്നുന്നു. കഴിഞ്ഞ ആഴ്ച ചെറിയമ്മ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി. ഇപ്പോൾ മാധവേട്ടന്റെ അമ്മയെ കാണാമെന്ന് പറയുന്നു. അച്ഛൻ വല്ലാതായിട്ടുണ്ട്. എന്നെ കണ്ടപ്പോൾ മാധവേട്ടന്റെ വല്ല വിവരമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് ഞാൻ കള്ളം പറഞ്ഞു. കല്യാണം കല്യാണം എന്റെ കല്യാണമാ. ആര് പറഞ്ഞു? അമ്മ പറഞ്ഞു. പെണ്ണേതാ? ഈ കഥയിലേക്കും വെച്ച് ഏറ്റവും വലിയ സുന്ദരിയാണെന്ന് അമ്മ പറഞ്ഞു. ചാറിൽ പെണ്ണെ കണ്ടില്ലേ? പെണ്ണിനെ കാണാൻ പോകുമ്പം പത്രാസി ഇരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പത്രാസി ഇരുന്നു. പെണ്ണ് എന്നെ കണ്ടു. കല്യാണത്തിന് ഞങ്ങളേക്ക് വിളിക്കില്ലേ ചാർലി? അതെന്തിനാ? കല്യാണ പെണ്ണിനെ കാണാൻ എല്ലാരും വരില്ലേ? മറ്റേ കല്യാണം കഴിഞ്ഞ് ഞങ്ങളേക്ക് മറക്കുവോ? വിലാസിനെ മറക്കും, ഞാനൂനെ മറക്കും, അമ്മയെ മറക്കില്ല. കല്യാണം കഴിയുന്നവരെ പുറത്തിറങ്ങില്ലെന്ന് അമ്മ പറഞ്ഞിരിക്കുന്നത്. മാധവേട്ടൻ എന്റെ കല്യാണം എല്ലാരോടും പറയണേ. ജാനുവിന്റെ പിറന്നാളിന് മാധവൻകുട്ടി നല്ല സമ്മാനമാണല്ലോ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. എനിക്കിഷ്ടമായി. 2 കൊല്ലം കൂടെ കഴിഞ്ഞ പെണ്ണ് സാരി ഉടുക്കാറാവും. ജാനു വീട്ടിലേക്ക് പോയിക്കോളൂ. നാളെ പെരുന്നാൾ ഉണ്ണാൻ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് അമ്മയോട് പറഞ്ഞേക്ക്. മാധവേട്ടൻ വരണം. ജാനുവിന്റെ പെരുന്നാളിന് പോണ്ടേ? അതിന് ഭാർഗവേട്ടത്തി മാത്രം പോയാൽ മതി. മാധവൻകുട്ടിക്ക് എന്റെ കൂടെ വരാൻ ബുദ്ധിമുട്ടാണോ? എനിക്കിഷ്ടമാണ്. എനിക്കിന്ന് നല്ല ഉന്മേഷം തോന്നുന്നു. നാളെ നമുക്ക് എല്ലാവർക്കും കൂടെ കടപ്പുറത്ത് പോകാം.
നഷ്ടപ്പെട്ട പ്രായത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ എന്തിനു ദുഃഖിക്കണം? അതിന് താഴെ എന്റെ പേരെഴുതും. എന്റെ പേരറിയില്ല. മഴ വരുമെന്ന് തോന്നുന്നു. നമുക്ക് പോകാം. നല്ല മഴ. ഈ മഴ മാറുന്ന ലക്ഷണമൊന്നും കാണാൻ കള്ളക്കർക്കണ മാസത്തിലെ കറുത്ത വാവ് പോലെ. ഞങ്ങൾ പോട്ടെ. മഴ മാറിയിട്ട് പോവാൻ കുഞ്ഞേ. മഴ മാറണ നോക്കിയിരുന്നാലേ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ നേരം വെളുക്കുന്നവർ. മഴയൊട്ട് മാറിയേ. എന്നാ ഇവിടെ ചൂരുണ്ടുകൂടാൻ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ അത് മതിയായിരുന്നു. അതൊട്ടില്ലേ. മഴ സാരമില്ല മാധവൻകുട്ടി, നമുക്ക് പോകാം. ആ കൊടയുണ്ടായിട്ടാ. സൂക്ഷിച്ചു പോണേ. ആ ജാനുവിനെ ഞാൻ രാവിലെ അങ്ങോട്ട് പറഞ്ഞു വിടാം കേട്ടോ. ആ എന്തൊരു മഴ. ഇതാ മാധവൻകുട്ടി താക്കോൽ. കറണ്ട് പോയെന്ന് തോന്നുന്നു. സൂക്ഷിച്ചു പോണേ. ഇതാ മാധവൻകുട്ടി തല തോർത്തിക്കോളൂ.
ഇന്നലെ എന്തൊരു ഇടിയും മഴയായിരുന്നു. ഞാൻ വിചാരിച്ച് വീട് ഒലിച്ചു പോയെന്ന്. ഞാൻ അമ്മയെ കെട്ടി പിടിച്ചോണ്ട് കിടന്നു. ഒറ്റയ്ക്ക് കിടന്നിട്ട് മാധവേട്ടൻ പേടി തോന്നിയില്ലേ? ഇല്ല കുട്ടി, പേടിച്ചില്ല. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടുകൂടിയും പൂർണ്ണമായ സമ്മതത്തോടുകൂടിയും മേരിയെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നുവോ? പറ മോനെ. മേരി ഇഷ്ട. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടെയും പൂർണ്ണമായ സമ്മതത്തോടുകൂടിയും ചാർലിയെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നുവോ? സ്വീകരിക്കുന്നു. കൊച്ചമ്മേ, ചാർലിയുടെ പെണ്ണിനെ കാണാൻ എന്ത് ഭംഗിയാ. നീ കണ്ടോ? ഹായ്, കൊച്ചമ്മ പൊട്ടു തൊട്ടു. ഓടി പെണ്ണെ. മോനെ ചാർലി, അമ്മ വരുന്നു.
മോനെ ഈ പാല് മുഴുവനും കുടിച്ചു. അമ്മ തരണ്ട. മേരി തന്നാ മതി. ഈ ഡ്രസ് കൊള്ളാമോ? കൊള്ളാം. ഞാൻ ധരിച്ചാലോ? നന്നായിരിക്കും. ഈ ചെടിയിൽ 2 പൂക്കൾ ഒരുമിച്ച് വിടരുമല്ലേ? പുതിയ ഏർപ്പാടൊക്കെ ആണല്ലോ. ഏലിയെ തീരെ കാണാറില്ലല്ലോ. മോനും വരവില്ല. കല്യാണം കഴിഞ്ഞതോടെ അവനാകെ മാറി. അപ്പനും വേണ്ട, അമ്മയും വേണ്ട. ചോറ് പോലും അവള് കൊടുക്കണം. കല്യാണം കഴിഞ്ഞാൽ എല്ലാ പുരുഷന്മാരും അങ്ങനെയാണെന്ന് എല്ലാരും പറയുന്നത്. ഭാർഗവി കൊച്ചിന്റെ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ആ, ഞാൻ പോട്ടെ. നിങ്ങളുടെ പണി മുടങ്ങണ്ട. ചുണ്ടൊന്നു ചോപ്പിക്കണം, എന്റെ ചുണ്ടൊന്നു ചോപ്പിക്കണം. എല്ലാരും ചൊല്ലണം, നാട്ടാരും ചൊല്ലണം, കല്യാണം നെഞ്ചേലെന്ന്, കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചേലെന്ന്. ഞാനെന്ന തൊട്ടപ്പ നീലക്കരിമ്പിന്റെ തൊണ്ടാണ് കണ്ടതയ്യാ, ചക്കരത്തുണ്ടാണു കണ്ടതയ്യാ. മാധവൻകുട്ടി എങ്ങോട്ടാ? ടൗണിലേക്ക്. ടൗണിൽ നിന്ന് വരുമ്പോ എനിക്കൊരു സാരി വാങ്ങിക്കൊണ്ട് വരുമോ? കാണുന്നവർക്കെല്ലാം സാരി വാങ്ങി കൊടുക്കലല്ല എന്റെ പണി. പെണ്ണു പോ. എവിടെ ഞാൻ ആവശ്യപ്പെട്ടത്? ഇതാ. അണിഞ്ഞു വരും. ആഗ്രഹങ്ങൾ ബാക്കി വെച്ചാൽ ആയുസ് കുറയും. ടൗണിൽ നിന്ന് വരുമ്പോ എനിക്കൊരു സാരി വാങ്ങിക്കൊണ്ട് വരുമോ?
morning sun. I feel you touch me in the pouring rain. And the moment that you wander far from me, I wanna feel you in my arms again. And you come to me on a summer breeze, keep me warm in your love, then you softly leave. And it's me you need to show. How deep is your love? Is your love? How deep is your love? I really need to learn. 'Cause we're living in a world of fools, breaking us down when they all should let us be. We belong to you and me. I believe in you. You know the door to my very soul. You're the light in my deepest, darkest doubt. You're my savior when I fall. And you may not think I care for you when you know down inside that I really do. And it's me you need to show. How deep is your love? Is your love? How deep is your love? I really need to learn. 'Cause we're living in a world of fools, breaking us down when they all should let us be. We belong to you and me. Na 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 na. എനിക്ക് കത്ത്. ഏയ് കത്തൊന്നുമില്ല. എഴുത്തുണ്ടോ? മോള് സമാധാനമായിരിക്കും. പാദം കുത്തി വരാതിരിക്കില്ല. നമ്മുടെ അപ്പുവാശാരമോള് അത്രയ്ക്ക് പിന്നില്ലേ, വളർന്നില്ലേ ഒരു വളർച്ച. തങ്കമണിയേക്കാൾ മറന്നോ? തങ്കമണിയൊക്കെ മറന്നില്ലേ? കിട്ടാത്ത ഇങ്ങനെ കൈനീട്ടണേ. ശേഖരൻകുട്ടി നീട്ടിയ കൈയൊന്നും പിൻവലിച്ചിട്ടില്ല. എന്നാൽ ഇക്കാര്യത്തിന് ആശാൻ കൈ നീട്ടണ്ട. ആ, പണ്ട് ഷാജഹാന്റെ കൊട്ടാരത്തിലെ അന്തപുരത്തിൽ ഒരു പഞ്ചവർണ്ണ കിളി ഉണ്ടായിരുന്നു. ആയ് പറാശാനെ പറ. അടുത്ത പൂമര കൊമ്പില് ഒരു പച്ചില പാമ്പ്. പാമ്പിന് കിളിയെ കിട്ടാൻ മോഹം. എന്നിട്ട് പാമ്പ് ഒരു ദിവസം കിളിക്കൂട്ടി കയറി. പോണു നമ്മുടെ കിളി. നീ കുളിച്ചോടി വന്നേ, ഞാൻ ഒന്ന് കാണട്ടെ. എനിക്ക് കുളിക്കണം. നീ കയറുന്നതാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പോയില്ലേ? ശരി പെണ്ണേ, ഞാൻ നോക്കിയൊന്നും രക്ഷപ്പെട്ടിട്ടില്ല. ദേ ശേഖരൻ നല്ലവനാ, റൗഡിയും. നീ റൗഡിയല്ല, തെണ്ടിയാ.
ഞാനാണ് അപ്പുണ്ണി, വിളിച്ചു കയറ്റുകയും ചവിട്ടി ഇറക്കുകയും ചെയ്ത ദേവിയുടെ ഭർത്താവ്. മോള് വിളിച്ചോളൂ. എന്താ പറഞ്ഞു സാറിന്? എന്താ മോനെ? എന്താ ഇവളെന്നെ നീ എന്റെ മോനെ എന്ത് ചെയ്തു? അപ്പനോടൊന്നും ഇവിടെ നടന്നിട്ടില്ല. നിങ്ങൾ ഒരാളാണോ മനുഷ്യ? മോള് വിഷമിക്കാം. ഞാൻ അപ്പുറത്ത് അമ്മയോടെ കിടന്നോളാം. എന്റെ മാതാവേ, എന്റെ മോനെ ഗതി വന്നല്ലോ. എന്താ മേരി, ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ? ഇല്ല, യാത്ര പറയാൻ വന്നതാണ്. എന്താ കുട്ടി, എന്തു പറ്റി? ഞാൻ പോവാൻ. ബുദ്ധിമുട്ടാണെങ്കിലും ഭക്ഷണം കഴിക്കാൻ എന്റെ വീട്ടിലുണ്ട്. ഇനി വരില്ലേ? ഇല്ല, ഇനി വരില്ല. ചിങ്ങത്തിരുവോണത്തിന് ഭൂമി ദേവിക്ക് കൊങ്ങിണിപ്പൂവ് കുടക്കടുക്കൻ മുക്കുറ്റി കാതിപ്പൂ തുമ്പപ്പൂ പുഞ്ചിരി മുടിയിലണിയുവാൻ മുല്ലപ്പൂ.
വന്നു വല്ലതും കഴിക്കും. മോനെ, നീ ഭക്ഷണം ഏർന്നിച്ചാകാതെ വല്ലതും വന്ന് കഴിക്കും. എന്താ ചാർലി? എന്താ ചാർലി വല്ലാതിരിക്കുന്നത്? നേരിപ്പോയതുകൊണ്ടാ?
സാരമില്ല, വിശക്കുന്നുണ്ടോ? സാരമില്ല ചാർലി, നേരി വരും കേട്ടോ. ചാർലി, ദേ ഇങ്ങോട്ട് നോക്ക്. വിശക്കുന്നുണ്ടല്ലേ? ജാനു, ചാർലിക്ക് കഞ്ഞി കൊടുക്ക്. വേണമെങ്കിൽ കുടിച്ചോ. മൂപ്പരേ, പെണ്ണ് കെട്ടിയതോടെ നമ്മളെയൊക്കെ മറന്നു അല്ലേ? എവിടേക്കാ പോക്ക്? എങ്ങോട്ടെങ്കിലും. എന്താണ് ആലോചിക്കുന്നത്? കടന്നു വന്ന വഴികൾ. ഞാനും. നാരായണ 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 നാരായണ. ഒരിക്കൽ ഒന്നുമില്ലാത്തവളായിരുന്നു ഞാൻ. ഇന്ന് എല്ലാം വേണമെന്നുള്ള തോന്നൽ. എല്ലാം നേടിയില്ലേ? ഒന്നുകൂടി ബാക്കിയുണ്ട്. എന്താണ്? ഈ കഴുത്തിൽ ഒരു താലി. എന്താ മാധവൻകുട്ടി?
ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിന്നാൽ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെടും. ഞാൻ എന്തെങ്കിലും സാഹസം ചെയ്യേണ്ടി വരും. എവിടെ പോവും? എവിടെയെന്നില്ല, ഇവിടുന്ന് രക്ഷപ്പെടുന്നു. എന്നെ മറക്കരുത്. ഞാൻ പാവമാണ്. നിന്നെ മറക്കണമെങ്കിൽ ഞാൻ മരിക്കണം. ഞാൻ തിരിച്ചു വരുന്നത് നിനക്ക് വേണ്ടി മാത്രമാണ്. മാധവൻകുട്ടിക്ക് ഇപ്പോഴും അവളെ ഇഷ്ടമാണോ? എനിക്ക് അവളെ മറക്കാൻ കഴിയില്ല. മറ്റെന്തും മറക്കുമോ? ആരെ മറന്നാലും. മാധവൻകുട്ടിക്ക് നാട്ടിൽ പോണമെന്നുണ്ടോ? എനിക്ക് പോണം. പോയില്ലെങ്കിൽ? ഞാൻ ചെന്നില്ലെങ്കിൽ തങ്കമണി മരിക്കും. മാധവൻകുട്ടി ഭാഗ്യവാനാണ്. നാട്ടിൽ പോയിക്കോളൂ. എന്റെ എല്ലാ സഹായവും മാധവൻകുട്ടിയുടെ വിവാഹത്തിനുണ്ടാവും. എന്താടി ഓടണം? എന്താടി നിനക്ക് വല്ലാത്തൊരു സന്തോഷം? നീ മാധവേട്ടൻ വരുന്നു. എന്റെ മാധവേട്ടൻ. അമ്മേ, മാധവേട്ടന്റെ കത്തുണ്ട്. ആ, ഉടനെ വരുന്നു ഇത്രേ. പിന്നെ ദേഷ്യാണോ? അല്ല, പ്രേമം. ഞാനത് ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ. ഞാനൊരു പാവപ്പെട്ടവളാണ്. അടുത്ത ആഴ്ച എന്റെ കല്യാണമാണ്. ഇഷ്ടപ്പെടാത്തതാണെങ്കിലും ഒരു ജീവിതം കൊതിക്കുന്നു. ക്ഷണിക്കാൻ വന്നതല്ല, ഇനി ശല്യപ്പെടുത്തില്ലെന്ന് പറയാൻ വന്നതാ. ഞാൻ പോട്ടെ. വിലാസിനി, നിൽക്കൂ. നിങ്ങളൊക്കെ സ്നേഹം കൊണ്ട് എന്നെ വീർപ്പുമുട്ടിക്കുമ്പോൾ നാട്ടിൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. എനിക്ക് വേണ്ടി മാത്രം. ഇതാ വിലാസിനെ ആവശ്യപ്പെട്ട സാരിയാണിത്. നമ്മളിനി കണ്ടെന്ന് വരില്ല. മാധവേട്ടൻ പോട്ടെ മോളെ. ദിവസം ഉറപ്പിച്ചാൽ കമ്പി അടിക്കണം.
വിവാഹത്തിന് ഞാൻ വരും. ഈ ചെടിയിൽ 2 പൂക്കൾ ഒരുമിച്ച് വിടരുമല്ലേ? ഇല്ല, ഞാൻ നശിപ്പിക്കില്ല. എനിക്ക് കിട്ടിയ മുത്ത് ഞാൻ കാത്തു സൂക്ഷിക്കും, മരിക്കുന്നത് വരെ. ഇക്കൊല്ലം വിള നന്നായിട്ടുണ്ട്. അതെ അതെ. ആ, മോന്റെ വരവെന്തായി? അവൻ നാളെ വരും. അത് ശരി. ആ, കല്യാണം കൂടെ ഉറപ്പിച്ചോ? അതെന്തോ ഉറപ്പിക്കാൻ, അവൻ വന്നാൽ ഉടനെ കല്യാണം നടത്തും. ഇക്കൊല്ലത്തെ നെല്ല് എന്തായാലും വളരെ നന്നായിട്ടുണ്ടല്ലേ? അതെ അതെ, ഈ പ്രാവശ്യം ഏതായാലും ഒരു 20 മേനിയെങ്കിലും കിട്ടുമെന്നാ തോന്നണേ. ഞാൻ വരട്ടെ. ആരാത്? ഞാനാ, മാധവൻകുട്ടി. എന്റെ മോനെ, ഇതാര മോനെ? അച്ഛനറിയില്ല, എന്റെ അമ്മ. മാധവി, എന്റെ മാധവി, ഞാൻ പലതവണ വരണമെന്ന് വിചാരിച്ചതാണ് നിന്നെ വിളിക്കാൻ. നീ എന്നെ ആട്ടിപ്പുറത്താക്കിയെങ്കിലോ? മാധവി, ഞാനാണ് നിന്റെ കാലിൽ വീഴേണ്ടത്. തങ്കമണി, തങ്കമണി. ആരാ? മോനെ, എന്റെ മോനെ, സുഖാണോ മോനെ?
മനസ്സിലുണ്ട്. എന്റെ മാധവേട്ടൻ കൊച്ചിന് ഊണ് കഴിക്കാം. ജാനി കഴിച്ചു. എനിക്ക് വിശപ്പില്ല. ഇന്നൊന്നും കഴിച്ചില്ലല്ലോ. ഒന്നും വേണമെന്ന് തോന്നുന്നില്ല. എന്നിട്ട് നീ എന്ത് പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. എനിക്കറിയില്ലെന്ന് പറഞ്ഞു. എന്താ മാളു സദ്യ വേണ്ടെന്ന് വെച്ചത്? കല്യാണം രജിസ്ട്രാഫീസിലേക്ക് നടത്തുന്നോണ്ടാണ്. അങ്ങനെ നാട്ടുകാരെ കൊടുത്ത് കുറ്റം പറയിക്കണ്ടെന്നാ ചെക്കൻ പറയണ. ആശാനെ, നമ്മുടെ ആ പഴയ കിളിയുടെ കാര്യം എന്തായി? കിളിക്കൂട്ടി കയറിയ പാമ്പിനെ രാജസേവ തല്ലിക്കൊന്ന് പാടത്തിട്ടു. അയ്യോടാ, കഷ്ടായി പോയി. എന്തോന്ന് കഷ്ടം? ചാകുന്നതിന് മുമ്പ് പാമ്പെ ആശ തീർത്തു. നമ്മുടെ കിളിയുടെ കല്യാണം നാളെയാ. എന്റെ കൈയുടഞ്ഞവരാരും ഈ ഗ്രാമത്തിലുണ്ടായിട്ടില്ല. അടുത്ത ബുധനാഴ്ച എന്റെ വിവാഹമാണ്. ആഘോഷങ്ങളോ ആർഭാടങ്ങളോ ഇല്ല. രജിസ്റ്റർ കച്ചേരിയിൽ വെച്ചാണ് ചടങ്ങ്. രാവിലെ 10 മണിക്ക് എത്തിച്ചേരുമെന്നുള്ള വിശ്വാസത്തോടെ സ്വന്തം മാധവൻകുട്ടി. ജാനു, നിന്റെ മാധവേട്ടന്റെ കല്യാണമാണ്. നമുക്ക് പോണ്ടേ? അത് വളരെ അകലെയല്ലേ കൊച്ചിനെ? എത്ര അകലെയായാലും നമുക്ക് പോണം. വരണം മണവാളൻ, വരണം. വന്നാലേ ഒരു സ്മോൾ അടിച്ചു വെച്ചോ മാധവ.
എന്റെ ജീവിതം തകർത്തവനാണ് നീ. നിന്നോട് പകരം ചോദിക്കാൻ സമയമായിട്ടില്ല. എന്താ ഇതുവരെ കുടിച്ചില്ലേ? ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ഇനി കഴിക്കണം. ഓ, അങ്ങനെ എനിക്ക് വേണ്ട. മദ്യം ഉണ്ടാക്കാനും കുടിക്കാനും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ കുടിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പോട്ടെ. നമുക്ക് കിട്ടണ പുതിയ കിളിയെ നോക്കാം ആശാനെ.
കല്യാണം നടക്കുന്ന വീട് ഏതാ? ഒരു മാധവൻകുട്ടിയുടെ? മാധവൻകുട്ടിയുടെ? ഇന്നവിടെ കല്യാണം ഇല്ല. കല്യാണമില്ലേ? ആ, അപ്പൊ നിങ്ങൾ അറിഞ്ഞിട്ടില്ല. കല്യാണ പെണ്ണ് മരിച്ചു. മരിച്ചതല്ല, കൊന്നതാ. കൊന്നവനും രക്ഷപ്പെട്ടിട്ടില്ല. ദാ ഈ വഴി നേരെ പടിഞ്ഞാട്ട് ചെന്ന് തെക്കോട്ട് തിരിഞ്ഞ കാണാം.